നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജാനകി മാഡം ഒരിക്കലും മാഡത്തിനോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. ജാനകി മാഡത്തിന് വേണ്ടി ഞാൻ മാഡത്തിനോട് മാപ്പ് ചോദിക്കാം. താനെന്തിനാടോ എന്നോട് മാപ്പ് ചോദിക്കുന്നേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ മാഡത്തിനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. മാഡം അറിഞ്ഞതൊക്കെ മാഡത്തിന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ പ്ലീസ്. ശരി, ദേവിക പറഞ്ഞതിലും കാര്യമുണ്ട്. നടക്കേണ്ടത് തന്നെയാണ് നടന്നത്. കൂടുതൽ നാണക്കേട് ഒഴിവാക്കുന്നത് തന്നെയാ ഉചിതം. മിണ്ടാതിരിക്കുന്നതാ നല്ലത്. യാമിനി, നിങ്ങൾ രണ്ടാളും കൂടി എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളറിയാത്ത എന്ത് കാര്യം അവിടെ നടന്നത്? അതിനി പ്രസക്തിയില്ല. ജാനകി, ഇനി ഏതായാലും ഋഷിയും ഗോപികയും തമ്മിലുള്ള കല്യാണത്തിന്റെ ബാക്കി ചടങ്ങുകൾ നടക്കട്ടെ. യാമിനി, ഞാൻ എന്റെ സിദ്ധുവിന്റെ അസുഖം മാറ്റാനായിട്ടാ നിന്റെ സഹായം തേടിയത്. നീ ഇപ്പോ ഋഷിയുടെ ജീവിതം തകർക്കാൻ കൂട്ടു നിൽക്കുവാണോ? അത് നിന്റെ തെറ്റിദ്ധാരണയാ ജാനകി. ഋഷിയുടെ ജീവിതം നശിപ്പിക്കാനല്ല, നിന്റെയും കുടുംബത്തിന്റെയും സന്തോഷ സമാധാനവും കാണാനാ ഞാൻ ഇതെല്ലാം പറയുന്നത്. കൊള്ളാം, നീ പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിച്ചു. എന്റെ കുടുംബത്തിന്റെ സമാധാനം തൊലച്ചിട്ട് ന്യായീകരിക്കുവാണോ? എന്റെ കുടുംബത്തിന്റെ നാശം കാണാനാണോ നീ അമേരിക്കയിൽ നിന്ന് പോന്നത്? ജാനകി, നിർത്ത്. നീ നിന്റെ നില മറന്നു പോവരുത്. നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഇനി ആഗ്രഹിക്കുകയില്ല. ഏതായാലും എന്നെ നീ മനസ്സിലാക്കാത്ത സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ പോകുന്നു. നീ എന്നെ കുറ്റപ്പെടുത്തിയതിലൊന്നും എനിക്കൊരു വിഷമവും ഇല്ല. ഞാൻ ഇറങ്ങുക. മാഡം, വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ആന്റി, ഈശ്വരൻ രണ്ടാളെയും അനുഗ്രഹിക്കട്ടെ. ശരി. മാഡം, മാഡം, ജാനകി മാഡം ഒരിക്കലും മാഡത്തിനോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. ജാനകി മാഡത്തിന് വേണ്ടി ഞാൻ മാഡത്തിനോട് മാപ്പ് ചോദിക്കാം. താനെന്തിനാടോ എന്നോട് മാപ്പ് ചോദിക്കുന്നേ?
അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ മാഡത്തിനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. എനിക്കിതിൽ യാതൊരു വിഷമവും ഇല്ല. ഞാൻ ചെയ്യേണ്ടത് തന്നെയാ ചെയ്തിരിക്കുന്നേ. ദേവികയുടെ സിറ്റുവേഷൻ എനിക്കറിയാം. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് വിയോജിപ്പുണ്ട്. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും ദേവിക അത് മറയ്ക്കാൻ ശ്രമിച്ചത് ഒട്ടും ശരിയായില്ല. അത് തെറ്റായിപ്പോയി. സുലോചനെ അഞ്ചിതയെ നാണം കെടുത്തണ്ടെന്ന് കരുതിയിട്ടല്ലേ താനത് മറച്ചത്? സത്യങ്ങളൊന്നും വെളിപ്പെടുത്തണ്ടെന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തത് അതല്ല എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഞാൻ ആ കാര്യങ്ങളൊന്നും അവിടെ വെളിപ്പെടുത്താത്തത്. മാഡം പറഞ്ഞത് ശരിയാ. ആന്റി അഞ്ജിതയെ നാണം കെടുത്താതിരിക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിച്ചത്. ഒരു കാര്യം ഞാൻ പറയാം. ദേവികയുടെയും നല്ല മനസ്സ് കാരണം ദേവികയ്ക്ക് അപകടം ഉണ്ടാവാതെ സൂക്ഷിക്കണം. അർഹിക്കുന്നവർക്ക് മാത്രമേ സഹായം ചെയ്യാൻ പാടുള്ളൂ ദേവിക. ഇത് ദേവിക മനസ്സിൽ കുറിച്ചു വെച്ചു. ഇറങ്ങട്ടെ. താലികെട്ട് കഴിഞ്ഞില്ലേ? ബാക്കി ചടങ്ങുകൾ പൂർത്തിയാക്കണ്ടേ? എന്താ വേണ്ടതെന്ന് തീരുമാനം പറയും. മുഹൂർത്തം കടന്നു പോവാ. ഇപ്പൊ എല്ലാവരോടും കൂടിയായിട്ട് ഞാൻ അഭ്യർത്ഥിക്കാം. ഇതാണ് എന്റെ ഇഷ്ടം. ദയവായി എല്ലാവരും എന്റെ ഇഷ്ടം മനസ്സിലാക്കി കൂടെ നിൽക്കണം. തിരുമേനി, ബാക്കി ചടങ്ങ് നടക്കട്ടെ. ഗോപിക, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.